ശ്രീമാത്സിലേക്ക് സ്വാഗതം. അടുത്തിടെ നടന്ന സെക്രട്ടേറിയറ്റ് OAയുടെ PSC ക്വസ്റ്റ്യൻസ് നമുക്ക് ചർച്ച ചെയ്ത് ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ 1+3+5+etc+99 ഈ സമ്മാണ് ചോദിച്ചേക്കുന്നത്. ഈ സംഖ്യയുടെ പ്രത്യേകത എന്താ? ഒറ്റ സംഖ്യകളാണ്. അതായത് ഇവിടെ 99 ലാസ്റ്റ് ഒറ്റ സംഖ്യ ആണെങ്കിൽ, അതായത് 100 വരെ 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളുമാണ്. 100 വരെ 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടണം. 100 വരെ എത്ര ഒറ്റ സംഖ്യകളും എത്ര ഇരട്ട സംഖ്യകളും ഉണ്ട്? 50 ഒറ്റ സംഖ്യകളും ഉണ്ട്, 50 ഇരട്ട സംഖ്യകളും ഉണ്ട്. അപ്പം 100 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50 ഒറ്റ സംഖ്യകളുണ്ട്. അതായത് n സ്ക്വയർ 50 സ്ക്വയർ സമം 50 × 50, അതായത് 25 2 0. 5ൻ്റെ സ്ക്വയർ ഇടുന്നു 20, പിന്നെ 0ന് 2 0. ഓപ്ഷൻ B ആണ് ഉത്തരം. അതായത് ഈ ഫോർമുല ഓർത്തിരിക്കണം. ഒറ്റ സംഖ്യകളാണ് 1 3 5 etc. 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടും. അതായത് 100 വരെ നമുക്ക് നോക്കുമ്പം എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും ഉണ്ട്. അതായത് 50 വരും. അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വരുമ്പോൾ ഈ 99ൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഹാഫ് കണ്ടാൽ മതി. 100ൻ്റെ ഹാഫ് 2, 100ൻ്റെ ഹാഫ് 50 സ്ക്വയർ n സ്ക്വയർ. n ഒറ്റ സംഖ്യകളാണ് ഉള്ളത് എങ്കിൽ നമുക്ക് 50 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. n എത്രയെന്ന് അറിയണം, എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് അറിയണം. 50 ഒറ്റ സംഖ്യകൾ, അതായത് n സ്ക്വയർ 50 സ്ക്വയർ. 50 സ്ക്വയറിന് 5ൻ്റെ സ്ക്വയർ 25, 0 2 തവണ വരുമ്പോൾ 2 തവണ വരും 0 സ്ക്വയർ വരുമ്പോൾ. ഇനി ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികർണത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്ററും അതിൻ്റെ പരപ്പളം അഥവാ വിസ്തീർണം 216 സെൻറ്റിമീറ്റർ സ്ക്വയറുമാണ് ആയാൽ രണ്ടാമത്തെ വികർണത്തിൻ്റെ നീളം എത്ര? ആദ്യം തന്നെ പറയട്ടെ, ഇത് ക്വസ്റ്റ്യൻ തെറ്റാണ്. കാരണം സമഭുജ ത്രികോണം ആയിരിക്കത്തില്ല, 2 വികർണങ്ങളില്ല. സമഭുജ ത്രികോണം ആയിരിക്കത്തില്ല, സമഭുജ സാമാന്തരികം റോംബസ് ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സമഭുജ സാമാന്തരികമാണെങ്കിൽ, റോംബസ് ആണെങ്കിൽ എത്ര വരും നോക്കാം. അതായത് റോംബസിൻ്റെ ഏരിയ കാണാനുള്ള ഏരിയ എത്ര തന്നിട്ടുണ്ട്? 216. ഹാഫ് D1 D2 ആണ് 216. D1 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡയഗണൽ, D2 രണ്ടാമത്തെ ഡയഗണൽ. അതായത് D1 D2 216 ഗുണം ഈ 2 ഇങ്ങോട്ട് വന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. D1 നമുക്ക് തന്നിട്ടുണ്ട് 18 ഗുണം D2 അറിയത്തില്ല, രണ്ടാമത്തെ ഡയഗണൽ രണ്ടാമത്തെ വികരണമാണ് ചോദിച്ചേക്കുന്നത്. 216 ഗുണം 2 2. അപ്പോൾ D2 കാണാൻ കൂടെ കിടക്കുന്ന 18 ഇവിടെ കൊണ്ടുവന്ന് ഹരിച്ചാൽ മതി. 18. അപ്പോൾ ഇത് കൂട്ടി നോക്കിയാൽ ഇത് 9ൻ്റെ മൾട്ടിപ്പിളാന്ന് നമുക്ക് കട്ട് ചെയ്ത് എഴുതാം. ഇത് 2 1 3 6 9, ഇവിടെ 9. അപ്പോൾ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ 9ൻ്റെ ഗുണിതമായിരുന്നെങ്കിൽ ഇത് വെട്ടാം. 9 2 18, ഇത് 9 വെച്ച് വെട്ടാം. 2 18 ശിഷ്ടം 36, 9 4 36. അതായത് 24 × 2/2. 24 ഓപ്ഷൻ A ആണ് ഉത്തരം. ഏതാണെങ്കിൽ റോംബസ് ആണ് ചോദിച്ചെങ്കിൽ അവർ ചോദ്യം കണ്ടിട്ട് റോംബസ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികമാണ് ഉദ്ദേശിച്ചത്. അത് ക്വസ്റ്റ്യനിൽ എറർ പറ്റിയതാണ്. ഇവിടെ 1+3+etc. 99 വരെയുള്ള 99 ഉൾപ്പെടെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് ചോദിച്ചേക്കുന്നത്. അതായത് n ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോർമുല n സ്ക്വയർ. അതായത് എത്ര ഒറ്റ സംഖ്യകളുണ്ട് എണ്ണം അറിയണം. നമുക്ക് എണ്ണം അറിയാൻ വേണ്ടി 99ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. അല്ലെങ്കിൽ 100 വരെ എത്ര ഒറ്റ സംഖ്യകളും എത്ര ഇരട്ട സംഖ്യകളും ഉണ്ട്? 50 ഒറ്റ സംഖ്യകളും 50 ഇരട്ട സംഖ്യകളും ഉണ്ട്. അപ്പോൾ n എത്രയാണ്? 50 സ്ക്വയർ. 50ൻ്റെ സ്ക്വയർ 50 ഗുണം 50, 25 2 0, 2500. ഓപ്ഷൻ B ആണ് ഉത്തരം. 2/5 × 2 × 3 സ്ക്വയർ × 3/4 × 5 സ്ക്വയർ the whole by 2/6 × 3³ × 5/4 × 6 the whole raised to -1. അതാ കാണേണ്ടത്. നമുക്ക് A raised to m × A raised to n എന്ന് പറയാം. A raised to m + n ആണ് കൃത്യംഗ നിയമം, എക്സ്പോണൻഷ്യൽ തിയറി. A raised to m / A raised to n എന്ന് പറയാം. A raised to m - n ആണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തത് A raised to m × A raised to n 2/5 + 3 × 3/2 + 4 ഇത് രണ്ടും കൂടെ വരുമ്പോൾ × 5² the whole by 2/6 ×
3³ ഇൻറ്റു 5⁴4 ഇൻറ്റു ഇതിന് 2⁻1 ഇൻറ്റു 3⁻1 എന്ന് എഴുതാം. ഇത് ഈ പവറിലാക്കാൻ വേണ്ടി എല്ലാം ഒരുപോലെ ആക്കാൻ 2, 3, 5 ഒക്കെ ആക്കാൻ. അതായത് ഹോൾ റേസ് ടു -1. ഈ 6നെ 2⁻1 ഇൻറ്റു 3⁻1 എന്ന് എഴുതാം. അതായത് 2⁻5 + 3 8 ഇൻറ്റു 3⁻2 + 4 6 ഇൻറ്റു 5² ബൈ ഇവിടെ ഒരു 2⁻6 ഉണ്ട്, ഇവിടെ ഒരു 2⁻1 ഉണ്ട്. അപ്പൊ നമുക്ക് m+1 മോഡൽ എഴുതാം. 2⁻6 + 1 ഇൻറ്റു ഇവിടെ ഒരു 3⁻3 ഉണ്ട്, ഇവിടെ 3⁻1 ഉണ്ട്. 3⁻3 + 1 ഇൻറ്റു 5⁴4നെ നമുക്ക് 5² ഇൻറ്റു 5² എന്ന് എഴുതാം. ഹോൾ റേസ് ടു -1 ഈക്വൽ ടു ഇവിടെ 2⁻8 ഇൻറ്റു 3⁻6 ഇൻറ്റു 5² ബൈ 2⁻7 ഇൻറ്റു 3⁻4 ഇൻറ്റു 5² ഇൻറ്റു 5². ഹോൾ റേസ് ടു -1. ഒരു 5² കട്ടായി പോകും. പിന്നെന്താ ഉള്ളത്? 2⁻8 ഇൻറ്റു 2⁻8 ഗ്രൂപ്പ് ചെയ്ത് 2⁻8 ബൈ 2⁻7 ഇൻറ്റു 3⁻6 ബൈ 3⁻4 ഇൻറ്റു അതിൻ്റെ അടിയിൽ പിന്നെ ഒരു 5² ഉണ്ട്. അടിയിലൊരു 5² ഇൻറ്റു 1/5². ഹോൾ റേസ് ടു -1 ഈക്വൽ ടു 2⁻m ബൈ a⁻n എന്ന് പറയാം. a⁻m - 8 - 7 ഇൻറ്റു 3⁻6 - 4 ബൈ 5² എന്ന് പറഞ്ഞാൽ 25. ഹോൾ റേസ് ടു -1. അതായത് 2⁻1 ഇൻറ്റു 3⁻2 ബൈ 25 ഹോൾ റേസ് ടു -1. 2 ഇൻറ്റു 9 ബൈ 25 ഹോൾ റേസ് ടു -1. 18 ബൈ 25 ഹോൾ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ പവർ -1 കളയാൻ വേണ്ടി ഈ ഫ്രാക്ഷൻ നേരെ അങ്ങ് തിരിച്ചിട്ടാൽ മതി. റേസ് ടു 1 ആണെങ്കിൽ അതായത് 25/18 വരും. ഓപ്ഷൻ ബി ആണ് ഇത്ര. 25/18. അതായത് 2⁻5 ഇൻറ്റു 2⁻3 ഇൻറ്റു 3² ഇൻറ്റു 3³ ഇൻറ്റു 5² ബൈ 2⁻3 2⁻6 ഇൻറ്റു 3³ ഇൻറ്റു 5⁻4 ഇൻറ്റു 6. a⁻m ഇൻറ്റു a⁻n എന്ന് പറയാം. a⁻m+n. അതായത് 2⁻5 ഇൻറ്റു 2⁻3 നമുക്ക് 2⁻5+3 എഴുതാം. ഇൻറ്റു 3⁻2 + 4 എഴുതാം. ഒരുപോലുള്ളത് ഗ്രൂപ്പ് ചെയ്തെഴുതാം. ഇൻറ്റു 5² ബൈ 2⁻6 ഇൻറ്റു 3³ ഇൻറ്റു 5⁻4 ഇൻറ്റു ഇതിനെ നമുക്ക് 6നെ നമുക്ക് 2ന്റെ 3ന്റെ 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 2⁻1 ഇൻറ്റു 3⁻1 ഹോൾ റേസ് ടു -1. 2⁻5 + 3 8 3⁻2 + 4 6 ഇൻറ്റു 5² ബൈ ഇവിടെ ഇത് ഗ്രൂപ്പ് ചെയ്താൽ 2⁻6 ഉണ്ട്, ഒരു 2⁻1 ഉണ്ട്. അപ്പൊ 2⁻6 + 1 ഇൻറ്റു 3⁻3 ഉണ്ട്, 3⁻1 ഉണ്ട്. 3⁻3 + 1 ഇൻറ്റു 5² ഇൻറ്റു 5². അപ്പൊ എന്ത് കിട്ടും? 2⁻8 ഇൻറ്റു 3⁻6 ഇൻറ്റു ഒരു 5² ക്യാൻസൽ ആകും. പിന്നെ എത്ര ഉണ്ട്? നമുക്ക് 2⁻8 ഇൻറ്റു 3⁻6 ബൈ 2⁻7 ഇൻറ്റു 3⁻4 ഇൻറ്റു 5² വരും. ഇത് ഗ്രൂപ്പ് ചെയ്തിടാം. 2⁻8 ബൈ 2⁻7 എത്ര വരും? 2⁻8 - 7 a⁻m ബൈ a⁻n എന്ന് പറയാം. a⁻m - 3⁻6 ഇൻറ്റു 3⁻6 ബൈ 3⁻4 എന്ത് വരും? 3⁻6 - 4 അടിയിലൊരു 25 ഉണ്ട്. അതായത് 2⁻1 ഇൻറ്റു 3⁻6 - 4 എന്ന് പറഞ്ഞാൽ 2 ബൈ 25. അതായത് 2 ഇൻറ്റു 9/25 18/25 ഹോൾ റേസ് ടു -1. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പവർ 1 ആക്കാൻ വേണ്ടി നേരെ അതിന്റെ റെസിപ്രോക്കൽ എഴുതിയാൽ 25/18 റേസ് ടു 1 എന്ന് വരും. 25/18 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതിലെ അടുത്ത പദം എത്ര? 4, 11, 30, 67. ഇത് കൂട്ടിയും കുറച്ചും ഒക്കെ നോക്കിയിട്ടൊരു സമാനത കാണുന്നില്ല. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 4³ എന്ന് പറഞ്ഞാൽ 1³ + 3 ആണ്. 11 എന്ന് പറഞ്ഞാൽ 2³ + 3 ആണ്. 1, 3, 4 8, 3, 11. അടുത്ത 3³ + 3 ആണ് 30 എന്ന് പറയുന്നത്. അടുത്ത 67 എന്ന് പറയുന്നത് 4³ + 3 64 3 67 27 3 30. അതായത് അടുത്ത അപ്പോൾ എന്ത് വരും? 5. ഈ ശ്രേണി ഇങ്ങനെ പോയാൽ
1 ക്യൂബ് പ്ലസ് 3 2 ക്യൂബ് പ്ലസ് 3 3 ക്യൂബ് പ്ലസ് 3 4 ക്യൂബ് പ്ലസ് 3 5 ക്യൂബ് പ്ലസ് 3. അതായത് 5 ക്യൂബ് പ്ലസ് 3 എന്ന് പറയുന്നത് എന്ത് വരും? 125 പ്ലസ് 3 128 വരും ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 128. ഇവിടെ 4 എന്ന് പറയുന്നത് 1 ക്യൂബ് പ്ലസ് 3, 11 എന്ന് പറയുന്നത് 2 ക്യൂബ് പ്ലസ് 3 2 ക്യൂബ് പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 1 3 4 8 3 11 27 3 30 64 3 67. ഇവിടെ 125 3 128. അതായത് ഈ ശ്രേണി ഈ മോഡലിലാണ് പോയേക്കുന്നത്. 1 ക്യൂബ് പ്ലസ് 3 ആദ്യത്തെ ടേം, 2 ക്യൂബ് പ്ലസ് 3 അടുത്ത ടേം, 3 ക്യൂബ് പ്ലസ് 3 അടുത്ത ടേം, അതിനടുത്ത ടേം 4 ക്യൂബ് പ്ലസ് 3 അതിനടുത്ത ടേം 5 ക്യൂബ് പ്ലസ് 3 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമുക്ക് എ എന്നത് പ്ലസിനെയും ബി എന്നത് ഇൻറ്റുവിനെയും സി എന്നത് മൈനസിനെയും ഡി എന്നത് ഡിവിഷനെയും സൂചിപ്പിക്കുന്നെങ്കിൽ എ പ്ലസ് ബി ഗുണന സി മൈനസ് ഡി ഹരണം സൂചിപ്പിക്കുന്നെങ്കിൽ ഈ ചോദ്യത്തിൽ തന്നേക്കുന്ന എന്തൊക്കെ നമുക്ക് നോക്കാമല്ലോ. 8 ബി 12 എ 18 6 സി 2. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എ ബി സി ഒക്കെ ഉള്ളിടത്തെല്ലാം കൊടുത്താൽ മതി. 8 ബി എന്ന് പറയുന്നത് ഇൻറ്റു 12 എ എന്ന് പറയുന്നത് പ്ലസ് 18 ഡി. ഇത് നമുക്ക് ഇത് കൊടുത്ത് എഴുതാം. 8 ബി 12 എ 18 ഡി 6 സി 2 എന്ന് പറഞ്ഞാൽ 8 ബി എന്ന് പറയുന്നത് ഇൻറ്റു 8 ഇൻറ്റു 12 എ എന്ന് പറയുന്നത് പ്ലസ്, പിന്നെ സംഖ്യ പറഞ്ഞ് അങ്ങ് ഇടുക 18. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ ഡിവിഷൻ, ഡിവൈഡഡ് ബൈ 6. സി എന്ന് പറയുന്നത് -2. ഇനി നമ്മളിത് ഈ കണക്ക് ബോട്ട്മാസ് നിയമം വെച്ച് വേണം ചെയ്യാൻ. ബോട്ട്മാസ്, അതായത് ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഉള്ളത്. അപ്പോൾ ആദ്യം ഇതിനനുസരിച്ച് നമുക്ക് ഡിവിഷനാണ് ഇവിടെ ഉള്ളത്. ബ്രാക്കറ്റ് ഓഫ് ഒന്നുമില്ല. ഡിവിഷൻ ആദ്യം ചെയ്യുക. അതായത് 18/6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3. ഇവിടെ 12 × 8 എന്ന് പറഞ്ഞാൽ എത്ര വരും? പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക 96. പിന്നെ ഈ ചിഹ്നം ഉള്ളത് ഇട്ട് കൊടുക്കുക. 96 + 3 - 2, അതായത് 99 - 2 97 ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. നമ്മളിവിടെ 8 ബി 12 എ 18 ഡി 6 സി 2, അതായത് ബി ഉള്ളിടത്ത് എന്ത് കൊടുക്കണം? ഗുണനം. ബി 8 ഗുണം 12. എ ഉള്ളിടത്ത് പ്ലസ് 18 ഡി, 18 ഡിവൈഡഡ് ബൈ, ഡി എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 6, പിന്നെ സി -2. ഇനി നമുക്ക് ബോട്ട്മാസ് നിയമം അനുസരിച്ച് വേണം ഇത് സിംപ്ലിഫൈ ചെയ്യാൻ. അതായത് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ഈ ക്രമത്തിന് വേണം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റും ഓഫും ഇല്ല. പിന്നെ ഇവിടെ എന്തുണ്ട്? ഡിവിഷൻ ആദ്യം ചെയ്യാം. നമുക്ക് 18നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 3. പിന്നെ മൾട്ടിപ്ലിക്കേഷനാണ് ഉള്ളത്. ഇവിടെ 12 × 8 12 8 96. പിന്നെ ഇവിടെ എന്തുവാ ചിഹ്നമുള്ള? പ്ലസ്, ഇവിടെ -2. ഇനി 96 + 3 99 നിന്ന് 2 പോകാം 97. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഈ താഴെ പറയുന്ന പോലെ ഒറ്റയാൻ ഏത്? ത്രികോണം, ചതുരം, വൃത്തം, ചാപം. ഇതെല്ലാം ക്ലോസ്ഡ് ഫിഗറാണ്. ഇതൊരു ക്ലോസ്ഡ് ഫിഗറാണ്. ഇത് മാത്രം ഈ വൃത്തത്തിൻ്റെ ഒരു ഭാഗമേ ആകുന്നുള്ളൂ. ചാപം എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രം. ഇത് ചാപമാണ് ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ക്ലോസ്ഡ് ഫിഗറാണ്. ഇത് ചാപം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ, ഒരു ആർക്ക്, ചാപമാണ് ഇവിടുത്തെ ഉത്തരം. കോളം ഈസ്റ്റ് 4πr² എന്ന് പറയുന്നത് -3πr² തുല്യമാണ്. അതായത് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് 4πr². അതായത് 3πr² എന്ന് പറയുന്നത് ഇവിടെ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് നമുക്ക് അവിടെ. അതുകൊണ്ട് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ഇവിടെ എഴുതി. അതുകൊണ്ട് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണത്തിൻ്റെ ഫോർമുല ആയതുകൊണ്ട് അർദ്ധഗോളമാണ് ഉത്തരം. ഓപ്ഷൻ സി. ഇവിടെ ഗോളം ഈസ്റ്റ് 4πr² ഈസ് ഇക്വലൻ്റ് ടു അർദ്ധഗോളം ഈസ്റ്റ് 3πr². ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം ഇവിടെ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണമാണ് 3πr². ഇവിടെ അർദ്ധഗോളമാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. 0.0004 0.00004 കൂടെ കൂട്ടുന്നു. പ്ലസ് ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5 എന്നാണ് ചോദ്യം. നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതുന്നു. 0.0004 0.00004 കൂടെ കൂട്ടുമ്പോൾ 0.00044 കിട്ടും.
അതിൻ്റെ കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്ക് 2/5 കിട്ടുക. 2നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 0.4 വരും. അതായത് 0.4 എക്സ് കൂട്ടുമ്പോൾ ഈ സംഖ്യയുടെ കൂടെ എക്സ് കൂട്ടുമ്പോൾ 0.4 എന്ന് പറഞ്ഞാൽ 0.4. അപ്പോൾ എക്സ് കാണാൻ 0.4 നിന്ന് 0.000044 കുറച്ചാൽ മതി. സാധാരണ നമ്മൾ കുറയ്ക്കുന്ന പോലെ കുറച്ചാൽ 0.4 നിന്ന് 0.00044 കുറയ്ക്കുക. ഇതിനൊന്നും സംഖ്യ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എല്ലാം 0 ഇട്ട് കൊടുത്താൽ മതി. വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് 3 ഒന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്തു 10, ഇവിടുന്ന് വീണ്ടും ബോറോ ചെയ്തു ഇവിടെ 9 ആയി, ഇവിടെ 10, വീണ്ടും ബോറോ ചെയ്ത് 1, പിന്നെ ഇങ്ങോട്ട് വന്നു 9, പിന്നെ ഇവിടെ 10. സാധാരണ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് ബോറോ ചെയ്തുകൊണ്ടിരുന്നത് 10. ഇത് കുറച്ചാൽ മതി, വെറും കുറയ്ക്കുക. 10 4 പോക 6, 9 4 പോക, ഇവിടുന്ന് 10 വന്ന് ഇതിൽ നിന്നെല്ലാം ഒന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ലാസ്റ്റിൽ 10 വരും. 9 4 പോക 5, 9 പോക 9, 9 0 പോക 9 3, 0.39956 വരും. ഇതിനേക്കാൾ എത്ര കൂടുതലാന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ കൂട്ടുന്നത് ഇപ്പോൾ ഇത്ര വരും. ഇതിൻ്റെ കൂടെ എക്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2/5 കിട്ടുന്നു. 2/5 എന്ന് പറഞ്ഞാൽ 0.4 വരും. 2ൽ പറ്റാത്തതുകൊണ്ട് മുകളിലൊരു പോയിൻ്റ് ഇട്ട് കൊടുത്ത് ഇവിടെ 0 കൊടുത്ത് 5 4 20. 0.4 എന്ന് പറഞ്ഞാൽ 0.4. അപ്പോൾ എക്സ് കാണാൻ ഇപ്പുറത്ത് ഇത് കൂടെ കിടക്കുന്ന ഇത് കൊണ്ടുവന്ന് കുറച്ചാൽ മതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0.4 കിട്ടുന്നു. അതായത് എക്സ് കാണാൻ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാൽ മതി 0.4 നിന്ന്. 0.4 എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 5 സ്ഥാനം ഉണ്ടായിട്ട് 4 കഴിഞ്ഞ് 0 അത്രയും കൊടുത്താൽ മതി. 5 സ്ഥാനം വരാൻ 4 0 കൊടുക്കുക, എന്നിട്ട് കുറയ്ക്കുക. ഇവിടുന്ന് ബോർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് 10, അവിടുന്ന് വീണ്ടും ബോർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് 9, ഇവിടെ 9 ആയി. അല്ല 10, അതിൽ നിന്ന് വീണ്ടും ബോർ ചെയ്ത് ഇവിടെ വരുമ്പോൾ 10, അതിൽ നിന്ന് വീണ്ടും ബോർ ചെയ്ത് ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാം 9 ആകും, ഇവിടെ 3 ആകും. 10 1 കുറഞ്ഞു, 10 1 കുറഞ്ഞു, 10 1 കുറഞ്ഞു, ഇവിടെ 10, 10 4 പോക 6, ഇവിടെ 9 4 പോക 5, 9 0 പോക 9, 9 0 പോക 9, 3 0 പോക 3. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതൊരു ഈ അടുത്ത സമയത്ത് നടന്ന സെക്രട്ടേറിയറ്റ് ഒയുടെ മാത്സ് ക്വസ്റ്റ്യൻസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെയേറെ ഗുണം ചെയ്യും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് പഠിച്ചാൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു. 5 × 7 + 3 ഡിവൈഡഡ് ബൈ 5 - 3. ഇവിടെ ബോട്ട്മാസ് നിയമം വെച്ച് ചെയ്യണം. അതായത് ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ക്രമത്തിന് വേണം ചെയ്യാൻ. ഇവിടെ ബോട്ട്മാസ് നിയമം ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്യാം. നമുക്ക് 7 + 3 എത്രയാണ്? 10. പിന്നെ ഇവിടെ ഉള്ളതുപോലെ അങ്ങ് എഴുതാം. ബ്രാക്കറ്റ് ആദ്യം ചെയ്തു, പിന്നെ ഉള്ളത് അതുപോലെ അങ്ങ് എടുത്തെഴുതി. ഇനിയും നമുക്ക് ബ്രാക്കറ്റ് കഴിഞ്ഞു ഇനി ഡിവിഷൻ നോക്കാം. ഡിവിഷൻ ഉണ്ടല്ലോ ഇവിടെ. അതായത് ഡിവിഷൻ എത്ര വരും? 10 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 2. പിന്നെ ഇവിടെ എന്തോ ഉണ്ട്? ഇവിടെ ലെഫ്റ്റിലോട്ടൊരു 15 ഇൻറ്റു ഉണ്ട്, റൈറ്റിലോട്ടൊരു -3 ഉണ്ട്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം സബ്ട്രാക്ഷൻ ചെയ്യാം. 30 5 × 2 30 -3 = 27. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഒരിക്കൽ കൂടി പറയാം. ബോട്ട്മാസ് നിയമം വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ആ ക്രമത്തിന് വേണം ചെയ്യാൻ. ഇവിടെ ബ്രാക്കറ്റ് ആദ്യം ചെയ്തു 10. പിന്നെ ഇവിടെ എന്തുകൊണ്ട്? റൈറ്റിലേക്ക് ഒരു ഡിവൈഡഡ് ബൈ 5 -3 ഉണ്ട്. ഇവിടെ 15 ഇൻറ്റു ഉണ്ട്. ഇനി നമുക്ക് ഡിവിഷൻ വേണം പിന്നെ ചെയ്യാൻ. ഡിവിഷൻ ചെയ്യുമ്പോൾ 10/5 എന്ന് പറയാൻ 2. ഇവിടെ റൈറ്റിലോട്ടൊരു -3 ഉണ്ട്, ലെഫ്റ്റിലോട്ടൊരു 15 ഇൻറ്റു ഉണ്ട്. അതായത് ഇനി മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഉള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. 15 × 2 30 -3 = 27. ഓപ്ഷൻ സി ആണ് ഉത്തരം, 27.